പ്രശസ്ത സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഇന്ത്യയുടെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അഭിനേതാവ് മോഹൻലാൽ ഏറ്റുവാങ്ങിയപ്പോൾ മലയാള സിനിമയുടെ അഭിമാനം വീണ്ടും വാനോളം ഉയർന്നു. ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള ഈ അംഗീകാരം ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയാകുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ദാദാ സാഹിബ് ഫാൽക്കെ? 1870 മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ജനിച്ച ഫാൽക്കെ യുവാവായിരിക്കെ തന്നെ ചിത്രകാരനും നാടകരംഗത്ത് സെറ്റ് ഡിസൈനറും ഫോട്ടോഗ്രാഫറും ഒക്കെയായി തിളങ്ങിയിരുന്നു. ആ കാലത്ത് ഒരു വിദേശ സിനിമ കാണാനിടയായ ഫാൽക്കെയുടെ ഉള്ളിൽ സ്വന്തമായി ഒരു സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹം ഉടലെടുത്തു. അതിനായി അദ്ദേഹം മറ്റെല്ലാം ഉപേക്ഷിച്ച് ലണ്ടനിലെത്തി സിനിമ പഠിക്കുക മാത്രമല്ല, അവിടെ നിന്ന് ക്യാമറയും മറ്റ് സാങ്കേതിക ഉപകരണങ്ങളും വാങ്ങി. 1913 മെയ് 3 ഇന്ത്യയിലെ ആദ്യ മുഴുനീള നിശബ്ദ കഥാചിത്രം രാജാ ഹരിശ്ചന്ദ്ര പിറവി കൊണ്ടു. നിർമ്മാണവും സംവിധാനവും ദാദാ സാഹിബ് ഫാൽക്കെ. തന്റെ സിനിമയിൽ അഭിനയിക്കാൻ വനിതകളെ കിട്ടാതെ വന്നപ്പോൾ ഒരു പുരുഷനെ പെൺവേഷം കെട്ടിച്ചാണ് നായികയുടെ റോൾ ചെയ്യിച്ചത്. രാജാ ഹരിശ്ചന്ദ്രയിലൂടെ 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന പേരിന് അർഹനായി. അതിനുശേഷം 95 സിനിമകളും 27 ഹ്രസ്വചിത്രങ്ങളും ചെയ്ത ഫാൽക്കെ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ സ്ഥാപിച്ചതും. 1944 തന്റെ 73-ാം വയസ്സിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ പേരിൽ 1969 മുതൽ ഭാരത സർക്കാർ ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചു. തീർച്ചയായും ഫാൽക്കെ ഒരു ലെജൻഡ് ആയിരുന്നു. എല്ലാ ചലച്ചിത്ര പ്രേമികളും ആ ഐതിഹാസിക ജീവിതത്തോട് കടപ്പെട്ടിരിക്കുന്നു. എ ഗ്രേറ്റ് ട്രിബ്യൂട്ട് ടു ദാദാ സാഹിബ് ഫാൽക്കെ.